ഭാര്യയും ഭർത്താവും മക്കളും ഉൾപ്പെടുന്ന സന്തുഷ്ട കുടുംബം. ഒരു ശരാശരി മലയാളിയുടെ സ്വപ്നവും ആഗ്രഹവും ഇതാണ്. അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് മറ്റൊരാൾ കടന്നു വന്നാലോ അവരുടെ സ്വകാര്യത, സന്തോഷം എല്ലാം തകിടം മറിയുമല്ലേ? നമ്മുടെ ചില വീടുകളിൽ ഇങ്ങനെ വിരുന്നുകാരനെ പോലെ എത്തുന്ന വില്ലനുണ്ട്. മറ്റാരും അറിയാതെ കുടുംബത്തിൻ്റെ സ്വസ്ഥതയും സമാധാനവും തകർക്കുന്നവർ. തൃശ്ശൂർ മുണ്ടൂരിലെ ഒരു വീട്ടിലേക്കൊന്ന് പോകാം. 45-കാരിയായ സന്ധ്യയും അവരുടെ അമ്മയും ഭർത്താവും മകനും ഉൾപ്പെടുന്ന ചെറിയ കുടുംബം. പകൽ ഭർത്താവ് ഹോട്ടലിലെ ജോലിക്ക് പോകും, മകൻ പഠിക്കാനും. പിന്നെ ആ വീട്ടിലെ നിത്യസന്ദർശകനായി മാറിയ അയൽവാസിയായ 27-കാരൻ. സന്ധ്യയുടെ അമ്മ തങ്കമണിയുടെ കൊലപാതകത്തോടെയാണ് ഇരുവരും തമ്മിലുള്ള വഴിവിട്ട ബന്ധം പുറത്തു വന്നത്. 75-കാരിയുടെ സ്വർണ്ണമാല തട്ടിയെടുക്കാൻ കഴുത്തു ഞെരിച്ച് കൊന്നെന്നാണ് പ്രതികളുടെ മൊഴി. എന്നാൽ സന്ധ്യയും നിതിനും തമ്മിലുള്ള അവിഹിതം അമ്മ അറിഞ്ഞതാണോ കൊലയ്ക്ക് കാരണം? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. വിവാഹം കഴിഞ്ഞ് 10 വർഷം പോലും തികയും മുൻപ് ഭർത്താവിൻ്റെ ആകസ്മിക വിയോഗം. ചെറിയ പ്രായത്തിൽ വിധവയായ തങ്കമണി 2 മക്കളെയും വളർത്തി വലുതാക്കാൻ നന്നേ കഷ്ടപ്പെട്ടതാണ്. ഇതിൽ മകൻ നേരത്തെ മരിച്ചു. പിന്നെ തൻ്റെ ഏക മകൾക്ക് വേണ്ടിയായിരുന്നു അവരുടെ ജീവിതം. ഒടുവിൽ മകളുടെ അവിഹിത ബന്ധം 75-കാരിയുടെ ജീവനെടുക്കുന്നതിൽ കലാശിക്കുന്നു. തൃശ്ശൂർ മുണ്ടൂരിൽ തങ്കമണി എന്ന വയോധികയെ കൊലപ്പെടുത്തിയ കേസിൽ പുറത്തു വന്നത് മകളുടെ വഴിവിട്ട ബന്ധത്തിൻ്റെ കഥകളാണ്. സ്വർണ്ണമാല തട്ടിയെടുക്കാൻ കാമുകനൊപ്പം ചേർന്ന് അമ്മയെ കൊലപ്പെടുത്തിയ മകളുടെ ക്രൂരത പുറലോകമറിഞ്ഞത് പോലീസിൻ്റെ അന്വേഷണ മികവിൽ. കേസിൽ മുണ്ടൂർ സ്വദേശിനി സന്ധ്യയും ആൺസുഹൃത്ത് നിധിനും പോലീസിൻ്റെ പിടിയിലായി. ഇരുവരും തമ്മിലുള്ള അടുപ്പം തങ്കമണി അറിഞ്ഞതാണോ കൊലയ്ക്ക് കാരണമെന്നും പരിശോധിക്കുന്നുണ്ട്. നാൽപ്പത്തഞ്ചുകാരിയായ സന്ധ്യയും 27 വയസ്സുള്ള നിധിനും തമ്മിൽ കുറേ നാളുകളായി അടുപ്പത്തിലായിരുന്നു. സന്ധ്യയുടെ ഭർത്താവ് ഹോട്ടൽ തൊഴിലാളിയാണ്. രാവിലെ പണിക്ക് പോയാൽ രാത്രി വൈകിയേ വരൂ. മകനും പഠിക്കാൻ പോകും. നിധിൻ്റെ അച്ഛനും അമ്മയ്ക്കും ജോലിയുണ്ട്. സന്ധ്യ ജോലിക്ക് പോകുന്നില്ല. അതായത് രാവിലെ സന്ധ്യയും നിധിനും വീടുകളിൽ തനിച്ച്. നിധിൻ്റെ വീട്ടിൽ ഇരുവരും പതിവായി കണ്ടുമുട്ടും. ഇരുവരും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിരുന്നു. നിധിന് പലപ്പോഴായി സന്ധ്യ ഗൂഗിൾ പേ വഴി പണം നൽകിയിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ ശനിയാഴ്ചയും നിധിൻ ഇവരുടെ വീട്ടിലെത്തി. അവിടെ അപ്പോൾ തങ്കമണിയും ഉണ്ടായിരുന്നു. ശനിയാഴ്ച പകൽ തങ്കമണി വീടിന്റെ പുറകിൽ നിൽക്കുന്ന സമയം നിധിൻ പിന്നിലൂടെ ചെന്ന് അവരുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുന്നു. മരിച്ചെന്നുറപ്പായ ശേഷം മൃതദേഹം നേരെ കട്ടിലിൽ കൊണ്ടുവന്ന് കിടത്തി. രാത്രിയിൽ ഉറങ്ങുന്നതിനിടെ പുറത്തേക്ക് പോയ തങ്കമണി ഉരലിൽ തലയിടിച്ച് വീണെന്ന് വരുത്താനായിരുന്നു പദ്ധതി. രാത്രി ഭർത്താവ് വന്നപ്പോൾ അമ്മ ഉറക്കമായെന്ന് സന്ധ്യ പറഞ്ഞു. അത് വിശ്വസിക്കുകയും ചെയ്തു. മകനെയും അങ്ങനെയാണ് അറിയിച്ചത്. അർദ്ധരാത്രി നിധിൻ വീണ്ടും സന്ധ്യയുടെ അടുത്തെത്തി. കട്ടിലിൽ കിടന്ന മൃതദേഹം നേരെ ഉരലിന് സമീപത്ത് കൊണ്ടുവന്ന് കിടത്തി. നേരം പുലർന്ന ഉടൻ തങ്കമണി ചേച്ചി വീണ് കിടക്കുന്നുവെന്ന് നിധിൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. തലയിടിച്ച് വീണതാകാമെന്ന് പ്രചരിപ്പിച്ചു. പോലീസിനെ ഫോൺ ചെയ്ത് വിളിച്ചു വരുത്തിയതും നിധിനാണ്. അതിനുശേഷം അയാൾ ശബരിമലയിലേക്ക് മുങ്ങി. ഇതിനെ അസ്വാഭാവികതകളാണ് പോലീസിന് തുമ്പായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കഴുത്തു ഞെരിച്ചാണ് കൊലപ്പെടുത്തിയതെന്ന് മനസ്സിലായതോടെ എല്ലാം തെളിഞ്ഞു. കഴുത്തു ഞെരിച്ചും ശ്വാസം മുട്ടിച്ചുമാണ് തങ്കമണിയെ കൊലപ്പെടുത്തിയത്. അതിനിടെ ശബരിമലയിലേക്ക് പോയ നിധിൻ തിരിച്ചു വന്നത് വീട്ടിലേക്കല്ല, സഹോദരിയുടെ വീട്ടിലേക്ക്. ഉടൻ സഹോദരിയുടെ വീട്ടിലെത്തി നിധിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഫോൺ പരിശോധിച്ചതോടെ സന്ധ്യയുമായുള്ള വഴിവിട്ട സൗഹൃദവും പുറത്തു വന്നു. ഗൂഗിൾ പേ വഴി നിധിന് സന്ധ്യ പലപ്പോഴായി പണം അയച്ചു കൊടുത്തിട്ടുണ്ട്. നിരന്തരം ഫോൺ വിളികളുമുണ്ട്. തങ്കമണി കൊല്ലപ്പെട്ട ദിവസവും രാത്രിയും പുലർച്ചെയുമെല്ലാം ഇരുവരും ഫോണിൽ സംസാരിച്ചു. ഇതെല്ലാം മനസ്സിലാക്കി സന്ധ്യയെയും പോലീസ് ചോദ്യം ചെയ്തു. തങ്കമണിയുടെ മാലയുടെ പൊട്ടിയ ഭാഗം അലമാരിയിൽ നിന്ന് കണ്ടെടുത്തു. ബാക്കി ഭാഗം
മുണ്ടൂരിലെ ധനകാര്യ സ്ഥാപനത്തിൽ പണയപ്പെടുത്തി 1.25 ലക്ഷം രൂപ കൈപ്പറ്റിയതായി നിധിൻ മൊഴി നൽകി. മാല തട്ടിയെടുക്കാനാണ് കൊല നടത്തിയതെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം. ന്യൂസ് 18 തൃശ്ശൂർ. പണത്തിനാണോ ബന്ധങ്ങൾക്കാണോ നമ്മൾ മലയാളികൾ പ്രാധാന്യം കൊടുക്കുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കുക. സഹോദരങ്ങളും സുഹൃത്തുക്കളും ചേർന്ന് ഒന്നിച്ച് കച്ചവടം നടത്തുന്നവരെ കാണാറുണ്ടല്ലേ? എത്ര അടുപ്പമുള്ളവരാണേലും പണത്തിൻ്റെ കാര്യം വരുമ്പോൾ ബന്ധങ്ങൾക്ക് പുല്ലുവിലയാണ്. മലപ്പുറം പൂക്കോട്ടൂരിൽ ബിസിനസ്സിലെ തർക്കത്തെ തുടർന്നാണ് അനുജനെ ജ്യേഷ്ഠൻ കുത്തിക്കൊന്നത്. പള്ളിമുക്ക് സ്വദേശി അമീറിനെ ഉറങ്ങിക്കിടക്കുമ്പോൾ പുലർച്ചെയാണ് സഹോദരൻ ജുനൈദ് കത്തികൊണ്ട് കുത്തിക്കൊലപ്പെടുത്തിയത്. വീട്ടിൽ ഉമ്മയും സഹോദരിയും ഉണ്ടായിരുന്നപ്പോഴായിരുന്നു സംഭവം. കൊലപാതകത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. പുലർച്ചെ 5 മണിക്കാണ് നാടിനെ നടുക്കിയ സംഭവം. മുഹമ്മദ് ജുനൈദും അനുജൻ അമീർ സുഹൈലും തമ്മിൽ വീട്ടിൽ വെച്ച് തർക്കമുണ്ടായി. പിന്നാലെ അടുക്കളയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ജുനൈദ് അമീർ സുഹൈലിനെ കുത്തുകയായിരുന്നു. നെഞ്ചിലും കഴുത്തിലും ഗുരുതരമായി പരിക്കേറ്റ അമീർ സുഹൈൽ തൽക്ഷണം മരിച്ചു. കൊലയ്ക്ക് ശേഷം ജുനൈദ് ഇരുചക്രവാഹനത്തിൽ കത്തിയുമായി മഞ്ചേരി പോലീസ് സ്റ്റേഷനിലെത്തി പോലീസിനോട് വിവരം പറഞ്ഞു. ഒരു 4:35-4 ഞാൻ അറിയണത്. വീട്ടിൽ നമ്മൾ അയൽവാസി ഒരു പയ്യൻ വന്നുകൊണ്ട് ബെല്ലടിക്കുമ്പോഴാണ് ഒരു വിളിച്ചുകൊണ്ട് ഇങ്ങനെ അമീറിന് ഇങ്ങനെ കുത്തേറ്റിക്കണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം പറഞ്ഞാണ്ട് വിളിക്കണം. വന്ന് നമ്മളിവിടെ എത്തുമ്പോഴത്തേനും അമ്മ പറഞ്ഞാണ് കൊണ്ടുപോകാനില്ല, ബാക്കിയില്ല, അമ്മ കരിയാണ് കണ്ട്. അപ്പോൾ നമ്മൾ മാനുവിനെ അതേപോലെ ഇവിടെ നമ്മളെ ബാക്കിയുള്ള അയൽവാസികളെ, എൻ്റെ വാപ്പ, പിന്നെ അടുത്തുള്ള ആളുകളൊക്കെ നമ്മൾ വിവരം അറിയിച്ചു. ഞങ്ങൾ കണ്ട കാഴ്ചകൾ അവർ രണ്ടാളും ഏട്ടനും ഒന്നിച്ച് ഉണ്ടായിരുന്നൊരു അവസ്ഥയിലുണ്ടായിരുന്നു. ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെ ഒരു ബൈക്കുമ്പോൾ രണ്ടാളുണ്ടായിരുന്നു. പിന്നെ രാത്രി എന്ത് സംഭവിച്ചു എന്നുള്ളത് അവർക്ക് തന്നെ അറിയുള്ളൂ. സഹോദരങ്ങൾക്ക് പുറമെ മാതാവും സഹോദരിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സഹോദരങ്ങൾ ഒരുമിച്ച് ബിസിനസ് ഉണ്ടായിരുന്നു. അത് തകർന്നതിന് പിന്നാലെ കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കുടുംബത്തിലുണ്ടായി. ഒപ്പം അമീർ സുഹൈല് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കിയതായും ജുനൈദ് പോലീസിന് മൊഴി നൽകി. ജുനൈദിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ജുനൈദ് മൊഴി മാറ്റി പറയുന്നതും പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. കൊലപാതകം കരുതിക്കൂട്ടിയുള്ളതായിരുന്നോ അതോ പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്നായിരുന്നോ എന്നതിന് ഉത്തരം കണ്ടെത്താനാണ് പോലീസിന്റെ ഇനിയുള്ള നീക്കം. ന്യൂസ് 18 മലപ്പുറം. മദ്യം ഉള്ളിൽ ചെന്നാൽ ചിലർക്ക് സ്വന്തം അച്ഛനെയും അമ്മയെയും തിരിച്ചറിയാൻ കഴിയില്ല. തൃശ്ശൂർ പുളിഞ്ചോട് സ്വദേശി ബിനേഷ് പകൽ സമയങ്ങളിൽ മാന്യനാണ്. എല്ലാവരോടും വലിയ സ്നേഹമായിരിക്കും. എന്നാൽ രാത്രി അയാൾ വീട്ടിലെത്തുമ്പോഴേ മാതാപിതാക്കളുള്ളിൽ തീയാളും. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. വീട്ടിലെ സാധനങ്ങളെല്ലാം എറിഞ്ഞു തകർക്കും. തടയാൻ ശ്രമിച്ചാൽ ആരെയും ആക്രമിക്കും. കഴിഞ്ഞ രാത്രി ബിനേഷ് കള്ളു കുടിച്ചെത്തിയത് മുതൽ വീട്ടിൽ അച്ഛനുമായി തർക്കമായി. അതിനിടെ അയാൾ കത്തിയെടുത്ത് അച്ഛനെ കുത്തി വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ ഗോപാലൻ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രതിയെ വരുന്തരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ പുളിഞ്ചോടിൽ കഴിഞ്ഞ ദിവസം രാത്രിയാണ് മദ്യലഹരിയിൽ വീട്ടിലെത്തിയ മകനും അച്ഛനും തമ്മിൽ വാക്കുതർക്കമുണ്ടായത്. അതിനിടെ ബിനേഷ് അച്ഛനെ കുത്തിവീഴ്ത്തുകയായിരുന്നു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന ഗോപാലനെയാണ്. ഗുരുതരമായി പരിക്കേറ്റ ഗോപാലനെ ഉടൻ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ ഇയാൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. മകൻ ബിനേഷിനെ വരന്തരപ്പള്ളി പോലീസ് കസ്റ്റഡിയിലെടുത്തു. എല്ലാ ദിവസവും മദ്യപിച്ചെത്തുന്ന ബിനീഷ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് പതിവായിരുന്നു. കഴിഞ്ഞ ദിവസവും നിസ്സാര പ്രശ്നത്തിന്റെ പേരിൽ തുടങ്ങിയ വാക്കുതർക്കം കൊലപാതകത്തിൽ കലാശിക്കുകയായിരുന്നുവെന്ന് പോലീസ് വ്യക്തമാക്കി. ന്യൂസ് 18 തൃശൂർ.
8 വർഷത്തിലധികം നീണ്ട നിയമ പോരാട്ടം ഒടുവിൽ അടുത്ത മാസം 8-ന് കേരളം കാത്തിരിക്കുന്ന വിധി വരികയാണ്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അഴിക്കുള്ളിലാകുമോ? ആകാംക്ഷയുടെ നാളുകളാണിനി. സാക്ഷികളുടെ കൂറുമാറ്റവും മെമ്മറി കാർഡ് വിവാദവും സുപ്രീം കോടതിയുടെ ഇടപെടലും ഉൾപ്പെടെ സംഭവബഹുലമായ 7.5 വർഷത്തോളം നീണ്ട വിചാരണ. പൾസർ സുനി ഉൾപ്പെടെ 10 പ്രതികളുള്ള കേസിൽ നടൻ ദിലീപ് 8ാം പ്രതിയാണ്. കൊട്ടേഷൻ പ്രകാരം അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചെന്ന കേസിൽ കുറ്റക്കാർ ശിക്ഷിക്കപ്പെടണം. നടിക്ക് നീതി ലഭിക്കണം. ഇത് കേരളത്തിൻ്റെ പൊതുവികാരമാണ്. ഫെബ്രുവരി 17-നാണ് നടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടത്. നടൻ ദിലീപ് ഉൾപ്പെടെ 10 പേരാണ് കേസിൽ പ്രതികൾ. ദിലീപ് 8ാം പ്രതിയാണ്. 13 പ്രതികളായിരുന്നു ആദ്യം കേസിലുണ്ടായിരുന്നത്. 2 പേരെ കേസിൽ നിന്നും ഒഴിവാക്കുകയും ഒരാളെ മാപ്പസാക്ഷിയാക്കുകയും ചെയ്തതോടെയാണ് 10 പ്രതികളായി ചുരുങ്ങിയത്. ജയിലിലായിരുന്ന ദിലീപും പൾസർ സുനിയും അടക്കമുള്ളവർ ഇപ്പോൾ ജാമ്യത്തിലാണ്. നടിയെ ബലാത്സംഗം ചെയ്ത് അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്താൻ കൊട്ടേഷൻ നൽകിയെന്നാണ് കേസ്. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഹണിയം വർഗീസാണ് സാക്ഷി വിസ്താരം പൂർത്തിയാക്കിയത്. 2018 മാർച്ച് 8-നാണ് കേസിൽ വിചാരണ തുടങ്ങിയത്. 261 സാക്ഷികളെ വിസ്തരിച്ച കോടതി 1700 രേഖകളും പരിഗണിച്ചു. 2017 ഫെബ്രുവരിയിൽ അറസ്റ്റിലായ പൾസർ സുനിക്ക് കഴിഞ്ഞ വർഷം സെപ്റ്റംബറിൽ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. വിചാരണ വൈകുന്നതിൽ കടുത്ത അതൃപ്തി അറിയിച്ചാണ് കോടതി ജാമ്യം അനുവദിച്ചത്. അങ്കമാലി അത്താണിക്ക് സമീപം നടിയുടെ കാർ തടഞ്ഞു നിർത്തി അതിക്രമിച്ച് കയറിയ സംഘം നടിയെ ശാരീരികമായി ഉപദ്രവിക്കുകയും അപകീർത്തികരമായ വീഡിയോയും ചിത്രങ്ങളും പകർത്തുകയുമായിരുന്നു. നടൻ ദിലീപിനെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 2017 ജൂലൈ 10-നാണ് അറസ്റ്റ് ചെയ്തത്. 85 ദിവസത്തിന് ശേഷം 2017 ഒക്ടോബർ 3-ന് ദിലീപിന് ജാമ്യം ലഭിച്ചു. തുടക്കത്തിൽ 7 പ്രതികളായിരുന്ന കേസിൽ പിന്നീട് ദിലീപിനെ 8ാം പ്രതിയാക്കി അനുബന്ധ കുറ്റപത്രം സമർപ്പിക്കുകയായിരുന്നു. കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ദിലീപിന്റെ ഹർജി ഏപ്രിലിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. കൊച്ചിയിലെ സ്പായിലെത്തിയ പോലീസുകാരനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം തട്ടിയത് ഹണി ട്രാപ്പ് മോഡൽ കെണിയാണ്. നഗരത്തിലെ സ്പാകളെ നിയന്ത്രിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥരോ? CPOയെ ഭീഷണിപ്പെടുത്തി ലക്ഷങ്ങൾ തട്ടിയ കേസിൽ അന്വേഷണം കൂടുതൽ പോലീസുകാരിലേക്ക് നീങ്ങുകയാണ്. അറസ്റ്റിലായ സ്പാ ജീവനക്കാരി രമ്യയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിൻ്റെ നീക്കം. സ്പായിലെത്തുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഇവർ ചില പോലീസുകാർക്ക് കൈമാറിയിരുന്നുവെന്നാണ് സൂചന. സമാനമായ രീതിയിൽ നിരവധി പേരെ ഇവർ കെണിയിൽ വീഴ്ത്തിയോ എന്നും പരിശോധിക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പോലീസുകാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിലാണ് അന്വേഷണ സംഘം. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ സ്പാ ജീവനക്കാരി രമ്യയെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച ചില സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ നീക്കം. ഇവരുടെ മൊബൈൽ ഫോൺ വിശദാംശങ്ങളും പരിശോധിച്ചു വരികയാണ്. കൊച്ചിയിലെ സ്പാകളുടെ നടത്തിപ്പിലും പോലീസുകാർക്ക് പങ്കാളിത്തമുണ്ടെന്ന് നേരത്തെ ആരോപണമുള്ളതാണ്. ഇതിന്റെ പേരിൽ 2 പേർക്കെതിരെ നടപടിയും ഉണ്ടായിട്ടുണ്ട്. പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൊച്ചിയിലെ സ്പാകൾ കേന്ദ്രീകരിച്ച് വിശദമായ അന്വേഷണമുണ്ടാകും. പോലീസുകാരിൽ നിന്ന് കൈവശപ്പെടുത്തിയ 4 ലക്ഷം രൂപയിൽ 2 ലക്ഷം രൂപ രമ്യയും നേരത്തെ അറസ്റ്റിലായ ഷിഹാമും കൂടിയാണ് പങ്കിട്ടത്. ഒളിവിലുള്ള SI ബൈജു 2 ലക്ഷം രൂപ കൈവശപ്പെടുത്തിയെന്നാണ് സംശയിക്കുന്നത്. മറ്റു ചില സ്പാ നടത്തിപ്പുകാരുമായി ഇടപാടുകൾ നടത്തിയതിന് ബൈജുവിനെതിരെ വകുപ്പ് തല അന്വേഷണവും നടക്കുന്നുണ്ട്. പാലാരവട്ടത്തെ സ്പായിൽ ബോഡി മസാജിനെത്തിയ പോലീസുകാരനെ രമ്യയും ഷിഹാമും ചേർന്ന് SI ബൈജുവിന്റെ സഹായത്തോടെ ആസൂത്രിതമായി കേസിൽപ്പെടുത്തുകയായിരുന്നു. വിവരം പോലീസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പരാതിക്കാരനായ CPOയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ന്യൂസ് 18 കൊച്ചി. നമ്മുടെ നാട്ടിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ സ്ത്രീകൾക്ക് എന്ത് സുരക്ഷയാണുള്ളത്?
ബസ്സിലും ട്രെയിനിലും യാത്ര ചെയ്യാൻ പെൺകുട്ടികൾ ഭയക്കുന്ന കാലം. സഹയാത്രക്കാരുടെ തുറിച്ചുനോട്ടവും ലൈംഗിക അതിക്രമവും വല്ലാത്ത വെല്ലുവിളിയാണ്. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് യാത്രക്കാരിൽ നിന്നുണ്ടായ അതിക്രമത്തിൻ്റെ നടുക്കത്തിലാണ് ആ പെൺകുട്ടി. ആദ്യമൊന്ന് പതറിയെങ്കിലും പിന്നീട് ധൈര്യം സംഭരിച്ച് അവൾ അക്രമിയുടെ ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തി. തുടർന്ന് അയാളെ പിന്തുടർന്നു. മറ്റ് യാത്രക്കാരുടെ സഹായത്തോടെയാണ് പ്രതിയെ റെയിൽവേ പോലീസ് പിടികൂടിയത്. തിരുവനന്തപുരം കീഴാരൂർ സ്വദേശി സജീവാണ് അറസ്റ്റിലായത്. അതിക്രമത്തിൻ്റെ വീഡിയോ ഉൾപ്പെടെ പെൺകുട്ടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. പൂനെ കന്യാകുമാരി എക്സ്പ്രസിൽ തൃശൂരിലേക്ക് പോകാനായാണ് യുവതി കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. യുവതി ട്രെയിനിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴായിരുന്നു സജീവിന്റെ അതിക്രമം. യുവതി ബഹളം വയ്ക്കുകയും പ്രതിയുടെ മുഖത്തടിക്കുകയും ചെയ്തു. ക്യാമറ ഓൺ ചെയ്ത യുവതി വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് മറ്റ് യാത്രക്കാർ ഇയാളെ ഓടിച്ചിട്ട് പിടിക്കുകയും പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. താൻ തന്നെ പ്രതിയെ പിടിച്ചുവെക്കാൻ ശ്രമിച്ചെന്നും വീഡിയോ എടുക്കാൻ തുടങ്ങിയതോടെ ഇയാൾ ആൾക്കൂട്ടത്തിന്റെ നടുവിലേക്ക് ഓടിപ്പോയെന്നും പെൺകുട്ടി പറയുന്നു. തിരക്ക് കുറഞ്ഞ പ്ലാറ്റ്ഫോമിലാണ് സംഭവം നടന്നത്. ഇത്തരം സംഭവങ്ങളോട് പ്രതികരിച്ചില്ലെങ്കിൽ ഇതിനിയും തുടരുമെന്നും പെൺകുട്ടിയുടെ സമൂഹ മാധ്യമ പോസ്റ്റിൽ പറയുന്നു. ഇന്നലെ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ തൃശ്ശൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പൂനെ എക്സ്പ്രസിന് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. പ്ലാറ്റ്ഫോമിലാണ് ഞാൻ കയറാൻ വേണ്ടി നിൽക്കുന്നത്. ട്രെയിനിൽ നിന്ന് കുറേ ആൾക്കാർ ഇറങ്ങുന്നുണ്ട്. അത്യാവശ്യം അധികം ആൾക്കാർ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ്. അത്യാവശ്യം അധികം ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ടായിരുന്നു. പ്ലാറ്റ്ഫോമിൽ അധികം ആൾക്കാരില്ല. വല്ലാതെ ഒരു ഭയങ്കര ജനസംഖ്യയോ അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ തിക്കിനിറങ്ങി പ്ലാറ്റ്ഫോമിൽ നിന്ന് ട്രെയിനിന്റെ ഉള്ളിലേക്ക് കയറാൻ അത്രയും ആൾക്കാരില്ല. ഒരു കൈ എന്റെ ബാക്കിലേക്ക് ഈ ഒരു പോർഷനിലേക്ക് സൈഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്നു കേട്ടോ. സൈഡ് ഞാൻ കൈ ഇങ്ങനെ താഴേക്ക് കാണ്ട്. അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കണില്ല. കാരണം സൈഡ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാക്കിലേക്ക് ഇങ്ങനെ കൈ ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ കൈ ഇങ്ങനെ സൈഡ് വരുന്നതും ആൾ എന്റെ ബ്രസ്റ്റിലേക്ക് കയറി പ്രസ് ചെയ്ത് പിടിക്കുന്നതും ഒപ്പായിരുന്നു. പിടിച്ചപ്പോഴത്തേക്ക് ഞാൻ ഈ കൈ വെച്ച് ഞാൻ ആളെ പിടിച്ചിട്ട് ഞാൻ കൈ ഇങ്ങനെ തിരിച്ച് ഞാൻ ആളെ ബാക്കിലേക്ക് നിർത്തി. എന്നിട്ട് ഞാൻ നല്ല സൗണ്ട് ഉണ്ടാക്കി. എന്താ തോന്നിയ ദിവസം കാട്ടിയെന്ന് വെച്ചാൽ ഞാൻ നല്ല സൗണ്ട് ഞാൻ ഇത്രയും സൗണ്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ആൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നെ ആൾക്കാരൊക്കെ കൂടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആള് പറഞ്ഞു ഇല്ല 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 അങ്ങനെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ആള് പിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ. അപ്പം ആളെ പിടിക്കാൻ പോയ ഗ്യാപ്പിൽ ഫുൾ ബ്ലാങ്ക് ആയിപ്പോയി. കാരണം ആളിന്റെ കയ്യിൽ നിന്ന് ഓടുകയും ചെയ്ത് ഫുൾ ബ്ലാങ്ക് ആയപ്പോ അവിടെ നിന്നൊരു ചേച്ചി ഇങ്ങനെ പറയണ്ടായിരുന്നു, സാരില്ല മോളെ, അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല, സാരില്ല, എന്തായാലും മാലി അങ്ങനത്തെ ഒന്നല്ലല്ലോ പൊട്ടിച്ചത്, അതുകൊണ്ട് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. പൊതുനിരത്തിൽ വെച്ച് സ്ത്രീകളെ അപമാനിക്കുന്നത് പതിവാകുകയാണെന്നും ഇതിന് ഒരവസാനമുണ്ടാകണമെങ്കിൽ അതിനെതിരെ സ്ത്രീകൾ തന്നെ പ്രതികരിക്കണമെന്നും പെൺകുട്ടിയുടെ പോസ്റ്റിൽ ഉണ്ട്. അറസ്റ്റായ സജീവിനെ കോടതി റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 കൊച്ചി. ചില വാർത്തകൾ കേൾക്കുമ്പോൾ പെൺമക്കളുള്ള മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകും. മക്കൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി തിരിച്ചെത്തുന്നതുവരെയും അവരുടെ ഉള്ളിൽ തീയാണ്. കാരണം പൊതുനിരത്തിൽ പോലും പെൺകുട്ടികൾ ഇപ്പോൾ സുരക്ഷിതരല്ല. കർണാടക KSRTC ബസ്സിൽ വെച്ച് ഒരു മലയാളി വിദ്യാർത്ഥിനിക്ക് നേരെ ലൈംഗികാതിക്രമം കാട്ടിയത് ബസ് കണ്ടക്ടറാണ്. മംഗളൂരുവിലേക്ക് പോകുകയായിരുന്ന വിദ്യാർത്ഥിനിയോട് കണ്ടക്ടർ മോശമായി പെരുമാറിയെന്നാണ് പരാതി. ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറയുകയും പെൺകുട്ടിയെ നടുറോഡിൽ ഇറക്കി വിടുകയും ചെയ്തു. സംഭവത്തിൽ പെൺകുട്ടി മഞ്ചേശ്വരം പോലീസിൽ പരാതി നൽകിയിരുന്നു. മംഗളൂരുവിൽ കോളേജിൽ പഠിക്കുന്ന ബന്ദിയോട് സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്കാണ് കർണാടക KSRTC ബസ്സിലെ കണ്ടക്ടറിൽ നിന്നും ദുരനുഭവമുണ്ടായത്. കോളേജിലേക്ക് ബസ്സിൽ യാത്ര ചെയ്യവേ കണ്ടക്ടറിൽ നിന്നും മോശം പെരുമാറ്റമുണ്ടായെന്നാണ് പരാതി. ചോദ്യം ചെയ്തപ്പോൾ അസഭ്യം പറയുകയും ഡ്രൈവറും കണ്ടക്ടറുടെ പക്ഷം ചേർന്ന് ബസ്സിൽ നിന്നും ഇറക്കി വിടുകയായിരുന്നുവെന്നും പെൺകുട്ടി ആരോപിച്ചു.
നേരത്തെയും ഇതേ കണ്ടക്ടറിൽ നിന്നും സമാനമായ അനുഭവം ഉണ്ടായതായും അന്നും താൻ ഇത്തരത്തിൽ ചോദ്യം ചെയ്തിരുന്നുവെന്നും പെൺകുട്ടി പറയുന്നു. ശല്യം അസഹനീയമായതോടെയാണ് ഇത്തവണ പോലീസിൽ പരാതി നൽകിയതെന്നും പെൺകുട്ടി കൂട്ടിച്ചേർത്തു. സോ ഡെയിലി ഞങ്ങൾ കർണാടക സ്റ്റേറ്റിൽ പോകുന്നത് ചില പാസ് ഉണ്ടാകുന്നു. സോ ഡെയിലി പോകുമ്പോൾ ഒരുത്തുണ്ട് കണ്ടക്ടർ KSRTC മാംഗ്ലൂർ KSRTCൻ്റെ ഒരുത്ത കണ്ടക്ടർ ഉണ്ട്. ഓൻ ഡെയിലി മിസ്ബിഹേവ് ആക്കുന്നു. ലൈക്ക് ഓൻ ഉണ്ടായപ്പോഴും മിസ്ബിഹേവ് ആയിക്കൊണ്ടുണ്ടായി. സോ ഒരു ആർഗ്യൂ ആയിട്ടുണ്ടായി എനിക്ക് ഓന്. സോ ഇന്ന് അങ്ങനെ മിസ്യൂസ് ആക്കുമ്പോൾ ഞാൻ ഓൻ്റെ ആർഗ്യൂ ആക്കിയതിന് ഓ ലൈക്ക് ഈ ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് നടു റോഡിൽ ബസ് സ്റ്റോപ്പ് ആക്കിയിട്ട് ഇಡೀ ബസ്സിൽ ഇൻസൾട്ട് ആക്കിന്. ലൈക്ക് എന്തെല്ലാം ചീത്ത വിളിച്ചിന് അങ്ങനെ ഇങ്ങനെ എന്തെല്ലാം ലൈക്ക് ഞാൻ പാസഞ്ചർക്കെല്ലാം ഉപദ്രവിക്കുന്ന തെറ്റുണ്ടായതുകൊണ്ട് ഇത്. പക്ഷെ ഓ എന്നെ അങ്ങനെല്ലാം മിസ്ബിഹേവ് എല്ലാം ആക്കിയിട്ട് ഓ എൻ്റെ മീ തന്നെ റിട്ടേൺ ഇതാക്കിയിട്ട് ലാസ്റ്റിക്ക് നടു റോഡിൽ നിപ്പിച്ചിന്. ഈവൻ ഡ്രൈവർ പോലും ഓനെ സപ്പോർട്ട് ആയിക്കൊണ്ടുണ്ടായി. രണ്ടാൾ കൂടിയിട്ട് എന്നെ ബസ്സിൽ നിന്ന് ഇറക്കിയിട്ട് അയക്കുന്നു. ഇത് ഫസ്റ്റ് ടൈമല്ല, കുറേ പ്രാവശ്യമായി ഇങ്ങനെ ആക്കുന്നത്. തനിക്ക് നേരിട്ട ദുരനുഭവത്തിൽ മഞ്ചേശ്വരം പോലീസിലാണ് പെൺകുട്ടി പരാതി നൽകിയത്. കാസർഗോഡ് നിന്നുൾപ്പെടെ അതിർത്തി പ്രദേശത്തു നിന്നും നിരവധി പെൺകുട്ടികളാണ് മംഗളൂരുവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിക്കുന്നത്. കർണാടക KSRTC ബസ്സുകളെയാണ് മിക്കവരും ആശ്രയിക്കുന്നത്. ഇത്തരത്തിൽ ബസ്സുകളിൽ പോകുന്ന പെൺകുട്ടികൾക്ക് നേരെ കണ്ടക്ടറിൽ നിന്നും മോശം അനുഭവം ഉണ്ടാകുന്നത് രക്ഷിതാക്കളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. സംഭവം വലിയ ചർച്ചയായതോടെ മംഗലാപുരത്തേക്കും തിരിച്ചുമുള്ള ബസ്സുകളിൽ പെൺകുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ഉയർന്നിട്ടുണ്ട്. ന്യൂസ് 18 കാസർഗോഡ്. ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങൾ നാട്ടിൽ അഴിഞ്ഞാടുകയാണ്. കൊല്ലും കൊലയുമായി ഭീതി പടർത്തുന്നു. വയനാട് ബത്തേരിയിൽ ബാറിന് മുന്നിൽ വെച്ച് യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കൊടും കുറ്റവാളി സംജാദ്. കഴിഞ്ഞ ദിവസം രാത്രിയാണ് ബീനാച്ചി സ്വദേശിയായ യുവാവിനെ സംജാദ് കത്തികൊണ്ട് വെട്ടിയും കമ്പിവടി കൊണ്ട് അടിച്ചും കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കേസിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ബത്തേരി സ്വദേശി സംജാദ് എന്ന് പോലീസ് പറയുന്നു. തിങ്കളാഴ്ച രാത്രിയിലാണ് ബത്തേരി ഐസക് ബാറിന് മുൻവശം വെച്ച് ബീനാച്ചി സ്വദേശിയായ യുവാവിന് നേരെ ആക്രമണമുണ്ടായത്. ബാറിന് മുന്നിൽ വെച്ച് പ്രതി സംജാദ് യുവാവിനെ കത്തികൊണ്ട് വെട്ടിയും കമ്പിവടി കൊണ്ട് അടിച്ചും കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. ബഹളം കേട്ട് ആളുകൾ ഓടിക്കൂടിയപ്പോഴേക്കും പ്രതി ഓടി രക്ഷപ്പെട്ടു. പിന്നീട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംജാദിനെ കണ്ടെത്താൻ കഴിഞ്ഞത്. സംജാദും ബീനാച്ചി സ്വദേശിയും പ്രതികളായ റിസോർട്ട് ആക്രമണ കേസുമായി ബന്ധപ്പെട്ട തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറയുന്നു. കണ്ണിനും കഴുത്തിനും കൈമുട്ടിനും പരിക്കേറ്റ യുവാവ് അത്യാസന്ന നിലയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കാപ്പ കേസിലെ പ്രതിയായ സംജാദിനെതിരെ വധശ്രമം, ആക്രമിച്ചു പരിക്കേൽപ്പിക്കൽ, ആംസ് ആക്ട് തുടങ്ങി ബത്തേരി, അമ്പലവയൽ പോലീസ് സ്റ്റേഷനുകളിലായി നിരവധി ക്രിമിനൽ കേസുകളുണ്ട്. കുറിച്യാട് ഫോറസ്റ്റ് സ്റ്റേഷനിലും കേസുള്ള കൊടും കുറ്റവാളിയാണ് സംജാദ്. കൊച്ചിയിലെ ഗുണ്ടാ സംഘങ്ങളുമായി അടുത്ത ബന്ധമുള്ള വ്യക്തിയാണ് ബത്തേരി സ്വദേശി കൂടിയായ സംജാദ് എന്ന് പോലീസ് പറയുന്നു. SHO ശ്രീകാന്ത് എസ് നായർ, SIമാരായ ജസ്വിൻ ജോയ്, ASIമാരായ ജയകുമാർ, ഷാജി ജോസഫ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ന്യൂസ് 18 വയനാട്. നമ്മുടെ നാട്ടിലെ പൊതുനിരത്തുകളിൽ ഇപ്പോൾ വാഹനങ്ങളുമായി പുറത്തിറങ്ങാൻ പേടിയാണ്. നിസ്സാര പ്രശ്നത്തിൻ്റെ പേരിൽ പോലും പൊട്ടിത്തെറിക്കുന്നവർ. റോഡിലെ തർക്കം വീട് കയറിയുള്ള ആക്രമണങ്ങൾ ഇവരെയും കലാശിക്കുന്നു. തൃശ്ശൂർ കയ്പമംഗലത്ത് വീടിന് നേരെ ആക്രമണമുണ്ടായത് റോഡിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ച കാറിൽ ബൈക്ക് ഉരഞ്ഞതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ്. ഗർഭിണിയായ യുവതിയും കുട്ടികളും ഉള്ളപ്പോഴായിരുന്നു വീടിന് നേരെയുള്ള ആക്രമണം. പ്രതി ടൂൾ എന്നറിയപ്പെടുന്ന ഫൈസലിനായി പോലീസ് അന്വേഷണം തുടങ്ങി.
കുറുക്കുഴി ഫാറൂഖ് റോഡിൽ കുന്നുങ്ങൽ അബ്ദുൽ മുത്തലിബിന്റെ വീടിന് നേരെ തിങ്കളാഴ്ച രാത്രി 10:15 ആക്രമണമുണ്ടായത്. വീടിന്റെ ഗേറ്റ് തള്ളി തുറന്നെത്തിയ അക്രമി വടികൊണ്ട് വീടിന്റെ മുൻഭാഗത്തെ ജനാലച്ചില്ലുകൾ അടിച്ചു തകർക്കുകയായിരുന്നു. 3 ജനാലകൾ തകർന്നിട്ടുണ്ട്. റോഡിൽ മാർഗതടസ്സമുണ്ടാക്കിയ കാറിൽ ബൈക്ക് ഉരഞ്ഞതുമായി ബന്ധപ്പെട്ട് അബ്ദുൽ മുത്തലിബും മറ്റൊരു യുവാവുമായി വാക്കുതർക്കമുണ്ടായിരുന്നു. ഇതിനു പിന്നാലെയാണ് ആക്രമണമുണ്ടായത്. ഗർഭിണിയായ യുവതിയും 3 വയസ്സും 9 വയസ്സും പ്രായമുള്ള കുട്ടികളുമുള്ള വീടിന് നേരെയായിരുന്നു ആക്രമണം. ആക്രമണം കണ്ട് ഭീതിയിലായ കുട്ടികൾ പനി പിടിച്ച് ചികിത്സയിലാണെന്ന് വീട്ടുകാർ പറയുന്നു. വീട് കയറി ആക്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ചന്ദ്രാപിന്നി ചാക്കുണ്ണി ഉന്നതിയിലെ ടൂൾ എന്നറിയപ്പെടുന്ന ഫൈസലാണ് ആക്രമണം നടത്തിയതെന്നാണ് പരാതി. സംഭവത്തിൽ കയ്പമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 തൃശൂർ. നടൻ കൃഷ്ണകുമാറിൻ്റെ മകൾ ദിയ കൃഷ്ണ ഗർഭിണിയായിരുന്നപ്പോൾ അനുഭവിച്ച മാനസിക സംഘർഷം പറഞ്ഞറിയിക്കാൻ കഴിയുന്നതല്ല. കേസും പ്രശ്നങ്ങളും വിവാദവും നിറഞ്ഞ നാളുകൾ. സത്യം തെളിയിക്കാൻ ആ യുവതി നടത്തിയ പോരാട്ടം. ഒടുവിൽ ദിയയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നു. ദിയയുടെ സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരാണ് കേസിലെ പ്രതികൾ. ദിയ അറിയാതെ പ്രതികൾ സ്വന്തം അക്കൗണ്ടിലേക്ക് 66 ലക്ഷത്തോളം രൂപ മാറ്റിയതായും പിന്നീട് ഈ തുക പങ്കിട്ടെടുത്തതായും കുറ്റപത്രത്തിൽ പറയുന്നു. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ തട്ടിയെടുത്തത് 66 ലക്ഷം രൂപയെന്ന ക്രൈംബ്രാഞ്ച് കുറ്റപത്രത്തിൽ പറയുന്നു. 3 ജീവനക്കാരികൾ ചേർന്നാണ് പണം തട്ടിയത്. സ്ഥാപനത്തിലെ QR കോഡിന് പകരമായി പ്രതികൾ സ്വകാര്യ QR കോഡ് നൽകി പണം തട്ടിയെടുക്കുകയായിരുന്നു. വിനിത ജൂലിയറ്റ, ദിവ്യ ഫ്രാങ്ക്ലിൻ, രാധാകുമാരി എന്നിവരും വിനിതയുടെ ഭർത്താവ് ആദർശുമാണ് പ്രതികൾ ആഡംബര ജീവിതത്തിനായി പണം ഉപയോഗിച്ചുവെന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. പ്രതികൾക്കെതിരെ വിശ്വാസവഞ്ചന, മോഷണം, കൈവശപ്പെടുത്തൽ, ചതി എന്നിവയാണ് ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ. 2 വർഷം കൊണ്ടാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയത്. അതേസമയം കൃഷ്ണകുമാറിനും ദിയ കൃഷ്ണ അടക്കമുള്ളവർക്കും എതിരെ ജീവനക്കാരികൾ നൽകിയ പരാതിയിൽ കഴമ്പില്ലെന്ന് പോലീസ് പറയുന്നു. OBOC എന്ന ബൂട്ടിക്കിലെ 3 ജീവനക്കാരികൾ പണം തട്ടിയെന്ന് കാട്ടി കൃഷ്ണകുമാറാണ് ആദ്യം തിരുവനന്തപുരം അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയത്. ഈ പരാതിയിൽ മ്യൂസിയം പോലീസ് കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും ദിയയ്ക്കുമെതിരെ ജീവനക്കാരികളും പരാതി നൽകിയത്. തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തിയെന്നും പണം കവർന്നെന്നും സ്ത്രീത്വത്തെ അപമാനിച്ചെന്നുമാണ് പരാതി. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് നഗരത്തിലെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായ ആട്ടൂർ മുഹമ്മദ് എന്ന മാമിയുടെ തിരോധാന കേസിൻ്റെ അന്വേഷണം അട്ടിമറിച്ചത് ആരാണ്? ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ആർക്കു വേണ്ടിയാണ് ഇടപെട്ടത്? മാമി ഇനി തിരികെ വരുമോ എന്ന കാര്യത്തിൽ പോലും കുടുംബത്തിന് ആശങ്കയുണ്ട്. അതിനിടെയാണ് ആദ്യം കേസ് അന്വേഷിച്ച നടക്കാവ് പോലീസിന് വീഴ്ച പറ്റിയെന്ന വകുപ്പ് തല അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത്. നടക്കാവ് SHO ആയിരുന്ന ജിജീഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് കേസ് അന്വേഷിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചുവെന്നാണ് കണ്ടെത്തൽ. മാമിയെ കാണാതായ ദിവസത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാത്തത് കേസ് അന്വേഷണത്തെ ബാധിച്ചുവെന്നും നാർക്കോട്ടിക് ACP IG-ക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് മാമിയുടെ കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. ഓഗസ്റ്റ് 21 മാമിയെ കാണാതായത്. അന്നേ ദിവസത്തെ 2 CCTV ദൃശ്യങ്ങൾ മാത്രമാണ് നടക്കാവ് പോലീസ് പരിശോധിച്ചത്. ഈ CCTVകൾ പ്രവർത്തനരഹിതവുമായിരുന്നു. മാമിയുടെ ഫോണിന്റെ അവസാന ടവർ ലൊക്കേഷനായ തലക്കുളത്തൂരിലും കൃത്യമായ അന്വേഷണം നടത്തിയില്ല.
മാമിയെ കാണാതായ അരയിടത്തുപാലം മുതൽ തലക്കുളത്തൂർ വരെയുള്ള ഭാഗത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാത്തതും വീഴ്ചയായി. നടക്കാവ് SSO ആയിരുന്ന PK ജിജീഷ്, SI ബിനു മോഹൻ എന്നിവർക്കും 2 CPOമാർക്കും കേസന്വേഷണത്തിൽ വീഴ്ചയുണ്ടായി എന്നാണ് കണ്ടെത്തൽ. 1 വർഷത്തിന് ശേഷം കേസെടുത്ത ക്രൈംബ്രാഞ്ച് 60ഓളം CCTVകൾ പരിശോധിച്ചെങ്കിലും ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. കേസിന്റെ ആദ്യഘട്ടത്തിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെന്ന കുടുംബത്തിന്റെ ആരോപണം റിപ്പോർട്ടിലൂടെ ശരിവച്ചിരിക്കുകയാണെന്ന് മാമിയുടെ മകൾ പറഞ്ഞു. അതെ, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും നടപടി സ്വീകരിക്കണം, കേസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പം തുടക്കത്തിൽ എഫിഷ്യൻ്റായിട്ട് ഇവർ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ മീൻസ് ആദ്യത്തെ ആ ഒരു 2 ദിവസം അല്ലെങ്കിൽ 1 ദിവസം എന്തോ കൂടുതൽ ഇപ്പോൾ ഈ തലക്കുളത്തൂർ സ്ഥലത്ത് ഏതൊരു വീട്ടിൽ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. കറക്റ്റാണോ നമുക്കറിയില്ല, പോലീസുകാർ തന്നെയായിരുന്നു പറഞ്ഞത്. അപ്പം അപ്പോൾ തന്നെ എഫിഷ്യൻ്റായിട്ട് അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് കറക്റ്റായിട്ട് അവർ CCTV വെച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഇവനെ പറ്റി അറിയാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മളെ കൂടെ ഉണ്ടാവുമായിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ് അന്വേഷണം ആദ്യഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടത്. താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥരെ മാത്രമല്ല മുകൾ തട്ടിലെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലും കണ്ടെത്തണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. നടക്കാവ് പോലീസിനെ ഡിപ്പെൻഡ് ചെയ്താൽ നമ്മൾ നിന്നത് ഇന്നോ നാളെയോ റിസൾട്ട് തരുന്നുള്ളൂ. അപ്പോൾ അതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ അന്നേ ആരോപിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ റിപ്പോർട്ടിലൂടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ശരിവെച്ചാണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ നിന്ന് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ശരിക്കും ആ ഉദ്യോഗസ്ഥന്മാരെ പേരിൽ FIR ഇടുകയും പിന്നെ അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്നുള്ളത് പോലീസ് അന്വേഷിക്കും, കണ്ടുപിടിക്കും എന്നുള്ളൊരു വിശ്വാസം ഇപ്പോൾ ഉണ്ട്. കാരണം ഇതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം പോലീസിന് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ശരിവെച്ചതിൽ ഞങ്ങൾക്ക് ചെറിയൊരു ആശ്വാസമുണ്ട്. മാമി എന്ന മുഹമ്മദ് ആട്ടൂറിനെ കാണാനില്ലെന്ന് കാണിച്ച് ഭാര്യ റംലത്താണ് പോലീസിനെ സമീപിച്ചത്. പോലീസ് മാസങ്ങളോളം അന്വേഷിച്ചെങ്കിലും കേസിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചിന് കൈമാറിയത്. ന്യൂസ് 18 കോഴിക്കോട്. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പയ്യന്നൂർ ബോംബേറ് കേസിൽ 2 DYFI പ്രവർത്തകർക്ക് 20 വർഷം കഠിന തടവ്. പയ്യന്നൂർ നഗരസഭ 46-ാം വാർഡിലെ സ്ഥാനാർത്ഥി VK നിഷാദ്, TCV നന്ദകുമാർ എന്നിവരെയാണ് തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. ഷൊർണൂരിൽ സ്വകാര്യ ലോഡ്ജിൽ നിന്നും 2.1 ഗ്രാം MDMA-യുമായി 3 യുവാക്കൾ പിടിയിൽ. പിടിയിലായത് കൊപ്പം സ്വദേശി മുഹമ്മദ് ഷിബിലി, ഒറ്റപ്പാലം സ്വദേശി സിബിലിൻ ഷെഫീഖ്, പെരിന്തൽമണ്ണ സ്വദേശി KV ഫസൽ എന്നിവർ. അസമീസ് ഗായകൻ സുബീൻ ഗാർഗിന്റെ മരണം കൊലപാതകമെന്ന് അസം സർക്കാർ. സ്കൂബ ഡൈവിംഗിനിടെ സുബീൻ ഗാർഗ് മരിച്ച സംഭവത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തതായും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നിയമസഭയെ അറിയിച്ചു. വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ കൈയും തലയും പുറത്തിടരുത്. കുട്ടിക്കാലം മുതൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണിതല്ലേ. അത് നിയമമൊന്നുമല്ലെങ്കിലും നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് ബസ്സുകളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുള്ളത്. ഒരബദ്ധത്തിലാണേലും ഗതാഗത നിയമം ലംഘിച്ചാൽ ഉണ്ടാകുന്ന അപകടം നമ്മുടെ ജീവിതത്തിൻ്റെ താളം തെറ്റിച്ചേക്കാം. തൃശ്ശൂർ കുതിരാനിൽ വെച്ചുണ്ടായ ഒരു അപകടത്തിൻ്റെ ദൃശ്യത്തിലേക്കാണ്. കുതിരാൻ തുരങ്കത്തിനുള്ളിൽ വെച്ചാണ് മിനി ലോറി അപകടത്തിൽപ്പെട്ട് സഹയാത്രികന്റെ കൈ അറ്റുപോയത്. കൊല്ലങ്കോട് സ്വദേശി സുജിൻ കൈ വാഹനത്തിൻ്റെ പുറത്തിട്ട് യാത്ര ചെയ്യുകയായിരുന്നു. അതിനിടെ നിയന്ത്രണം വിട്ട വാഹനം തുരങ്കത്തിൻ്റെ ഒരു വശം ചേർന്ന് പോകുകയും സുജിൻ്റെ കൈവരിയിലിടിക്കുകയുമായിരുന്നു. പരിക്കേറ്റ സുജിനെ ഒരു ആംബുലൻസിലും അറ്റുപോയ കൈ മറ്റൊരു ആംബുലൻസിലുമായാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ഈ നാട്ടിൽ നിയമമുണ്ടാക്കിയിരിക്കുന്നത് നാം ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്ന തിരിച്ചറിവ് വേണം. ഇതോടെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.